ധേമാജി ജില്ലയിലെ അന്തർ സംസ്ഥാന അതിർത്തിയിൽ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ആക്രമികൾ തിങ്കളാഴ്ച നടത്തിയ വെടിവെപ്പിൽ അസമിൽ നിന്നുള്ള 12 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലടക്കം വലിയ ചർച്ചയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഗിരഗാമുഖ് പോലീസ് സ്റ്റേഷനിലെ ഗോഗാമുഖ് റവന്യൂ സർക്കിളിലെ അസം അരുണാചൽ പ്രദേശത്തെ അതിർത്തിയിലെ മിങ്മാം ബസ്തിയിൽ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. അസമിലെ ഭൂമിക്ക് വേണ്ടി അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ആളുകൾ കയ്യേറ്റം നടത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സംഘർഷമുണ്ടാകുന്നത്. പ്രാഥമിക വിവരമനുസരിച്ച് അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ആക്രമികൾ അസം നിവാസികളെ ലക്ഷ്യം വെച്ച് വെടിയുതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. আমি কৈছিলো যে আপোনালোকে অসমৰ মাটি কিয় কাঢ়িছে, এনেকৈ কওঁতে ইহঁতে মিলাম, আপোনালোকে চিন্তা নকৰিব, গুচি আমাৰ ইয়াতে মিলাম বুলি কোৱাৰ কাৰণে আমি গৈছিলো. ইহঁতে তালৈ পোৱাৰ লগে লগে আমাক গুলিয়ালে. സംഭവത്തിൽ പരിക്കേറ്റയാളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ സംഭവത്തിൽ നിരവധി പേർക്കാണ് ഇതുപോലെ തന്നെ പരിക്കേറ്റിട്ടുള്ളത്. പരിക്കേറ്റവരെ ഗോഗാമുഖ് ഗ്രാമീണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. ഇവരിൽ 7 പേരുടെ നില ഗുരുതരമാണെന്ന് കണ്ടതിനെ തുടർന്ന് പിന്നീട് ധേമാജി സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവരിൽ ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി അസം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായി അരുണാചൽ പ്രദേശ് സർക്കാരുമായി ചർച്ച നടത്താൻ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഡിജിപിയും ചീഫ് സെക്രട്ടറിയും ഇതിനകം തന്നെ അവരുമായും മന്ത്രിമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും വ്യക്തമാക്കിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് 16,144.01 ഹെക്ടർ ഭൂമി കയ്യേറിയതായി അസം സർക്കാർ ജൂലൈ 29 സംസ്ഥാന നിയമസഭയെ അറിയിച്ചിരുന്നു. ഇതിൽ 858.91 ചതുരശ്ര കിലോമീറ്റർ ഭൂമി തങ്ങളുടേതാണെന്നാണ് അരുണാചൽ പ്രദേശ് അവകാശപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കമുയർന്നു വന്നിരിക്കുന്നത്. খবৰলৈ মানে সি মাতো মিলাব কৈছিলোঁ, এই মিলাব যাওঁতে মানে ঘটনাটো হৈছে। বাৰম্বাৰ ইহঁতক মিলাবলৈ কয়, কিন্তু ইহঁতে অজুহাত দেখুৱাই মানে সদায় নিমিলোৱাকৈ মানে এনেও কিবা পাৰ কৰি দিয়ে মহিলা. ഈ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി ഇരു സംസ്ഥാനങ്ങളും 12 പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും പാനലുകളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അരുണാചൽ പ്രദേശിൽ 23 ഗ്രാമങ്ങളിൽ 71 ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഇതിനോടകം തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന 52 ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.